ആടാ. ഓ ശരി, നീ പോരുന്ന. ആ സെറ്റ്. എടാ മണ്ടകൊണാപ്പി, നീ ഇങ്ങോട്ട് വന്നിട്ട് നീ എന്നെ വിളിച്ചിട്ടങ്ങ് പോയപ്പോ എന്തിനാണ് 2 വണ്ടി കിടന്ന് ഓടണത്? അങ്ങനെ യൂസ് ചെയ്യൂ. ശരി. ഓ വാ ഞാൻ അവിടെ തന്നെ ഉണ്ട്, റെഡി ആയിട്ടിരിക്കുന്നു. ശരി. ഓ പേപ്പർ ചുട്ടി വെച്ചേക്കണം അവിടെ. അത് എന്റെ പ്രിയപ്പെട്ട കുട്ടി, തള്ളേ ലവ് ലെറ്ററാ. എൻ്റെ പ്രിയപ്പെട്ട കുട്ടി, നിന്നെ കാണുമ്പോൾ എൻ്റെ ഹൃദയം പതിവിലും കൂടുതൽ മിടിക്കുന്നു. ജീവിതത്തിൽ ഇന്നോളം ഇങ്ങനെ എൻ്റെ ഹൃദയം ഇടിച്ചിട്ടില്ല. ഇടയ്ക്കൊക്കെ പൊട്ടിപ്പോകുമോ എന്ന് വരെ ഞാൻ ഭയക്കുന്നു. പ്രണയം ഇങ്ങനെയാണോ? ക്വസ്റ്റ്യൻ കുത്തു. ഓ, ഹൃദയമിടിപ്പ് കൂട്ടുന്ന എന്തോ എനർജി പ്രണയത്തിനുണ്ട്. തന്നടാ ഉണ്ട്. ഈ പാറമടയിലെ വെള്ളം പോലെ എൻ്റെ ഹൃദയത്തിൽ നിന്നോടുള്ള സ്നേഹം കെട്ടിക്കിടക്കുന്നു. നീ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ വന്നപ്പോൾ അവിടെ ഞാൻ നിൽപ്പുണ്ടായിരുന്നു. നീ എന്നെ ശ്രദ്ധിച്ചോ എന്തോ, പക്ഷേ ഞാൻ നിന്നെ ഒരുപാട് നേരം നോക്കി നിന്നു. അമ്പലത്തിൽ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ, പൂജാരിയുടെ കയ്യിൽ നിന്നും പ്രസാദം വാങ്ങുമ്പോൾ, നിന്റെ അഴിച്ചിട്ട ചെരുപ്പിട്ട് നീ നടക്കുമ്പോൾ, നീ ഇല്ലാതെ എൻ്റെ ജീവിതം എനിക്ക് ജീവിച്ചു തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സ്നേഹത്തോടെ ലവ്. ആർക്കെഴുതിയത്? കൊച്ചു കള്ളി, എന്നിട്ട് അവളെന്നോട് പറഞ്ഞില്ലല്ലോ. എനിക്ക് കിട്ടിയട്ടോ, സാധനം കിട്ടി. ഒന്നും അറിയാത്ത പോലെ. നീ വീടിന്റെ ഫ്രണ്ടില് വേലിയിൽ കൊരുത്തി വെച്ചിട്ട് പോയ സാധനം. എടി കത്തടി, എന്റെ പ്രിയപ്പെട്ട കുട്ടി. അപ്പൊ നീ വെച്ചിട്ട് പോയ കത്തല്ലേ ഇത്? അല്ല വേറെ ആരും എനിക്ക് തന്ന കത്തല്ല. അല്ല, ഇവിടെ ഇരുന്ന കത്താണ്. എനിക്ക് അറിഞ്ഞോളൂ, ഞാൻ എടുത്തതാണ്. ശരി, നീ വെയ്, ഞാൻ വിളിക്കാം. ഒരു കാര്യം പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത് ശരിക്കും ആർക്കും വന്ന കത്ത്? അമ്പലത്തിൽ പോയപ്പോളാ? ഞാൻ അമ്പലത്തിൽ പോയില്ലല്ലോ. നീ എവിടെ പോണെന്ന് പറഞ്ഞിട്ട് പോയില്ലടാ? ഞാൻ പോവാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഇപ്പം പോകണ്ടെന്ന് തീരുമാനിച്ചു. പോവാം, ഞാൻ കുറച്ച് കഴിയുമ്പോൾ പോവാം. എല്ലാവരും എവിടെ പോണ്? ഞങ്ങൾ വെളിയില പോറോം. ഈ ഇന്നലെ അമ്പലത്തിൽ ആര് പോയത്? ഞങ്ങൾ എല്ലാവരും താൻ പോണോ? എല്ലാവരും എന്ന് പറയുമ്പോ ഞാൻ പാറു, കറങ്ങാൻ്റെ അമ്മൂമ്മ, സിദ്ധു. നിന്നെ വിളിച്ചിട്ട് വന്നില്ലല്ലോ. വരേണ്ടതായിരുന്നു, വരാതിരുന്നൊരു തെറ്റായി പോയെന്ന് ഇപ്പൊ ഖേദിക്കുന്നു ഞാൻ. ആന്ന് ചേച്ചി, അളിയന് കൊടുക്കാനുള്ളതല്ലേ വെച്ചേക്കണ? എന്തെന്ന്? ഈ കത്ത് വല്ലോ അളിയന് കൊടുക്കാന്. കത്താ? അങ്ങനെ കൊടുക്കാനുള്ള വല്ല കത്ത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്ന? അങ്ങനെ വല്ലതും കൊടുക്കുകയാണെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് ഇട്ട് കൊടുത്താ പോരെ? ശരിയാണല്ലോ. അല്ല, അന്നത്തെ പോലത്തെ വല്ല ലവ് ലെറ്റർ മൂമ്മയൊക്കെ നിൽക്കുന്നു. എന്റെ പ്രിയപ്പെട്ട കുട്ടി, ഓടാ അവിടെ നിന്ന്. എന്നാ പിന്നെ ഒന്നുമില്ല, നിങ്ങളെ എങ്ങോട്ടാ പോവാൻ വേണ്ടി പോകുന്നല്ലേ? പൊക്കോ.
എന്താടാ? ഒന്നുമില്ല അമ്മൂമ്മ, ഞാനിങ്ങനെ ഒന്ന് ചോദിച്ചതാ. തൊണ്ട ശരിയായില്ലല്ലേ? ചൂടുവെള്ളം കുടിക്കണം. എവിടെ കുടിക്കേ? നടക്കാം അമ്മ, അവന്റെ കിളി പോയതാന്ന് തോന്നുന്നുണ്ട്. പോയിട്ട് വാ അമ്മൂമ്മ. ഇതപ്പോ വീട്ടിനകത്തുള്ള ആരുമല്ല, പുറത്തുനിന്നുള്ള യവനമാണ്. ചേട്ടാ, എന്നാലും ആരിത്? ഇതിനെ കണ്ടുപിടിക്കാതെ ഉറക്കം വരൂലല്ലേ? എടാ, ഞാൻ പറയുന്നത് അതല്ല. നമുക്കേ എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും വരാൻ പറ്റുക. അതെ, കുട്ടികൾക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസമാണ് അത്ര നല്ലത്. കുറെ നാളായില്ലേടാ നമ്മളെല്ലാരും ഒന്ന് കൂടിക്കളയാം. ഞാൻ ഒരു കാര്യം ചെയ്യാം, എല്ലാരും ഉൾപ്പെടുത്തിക്കൊണ്ടേ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാം, എന്നിട്ട് അത് ചർച്ച ചെയ്യാം. എടാ, ഇപ്പോഴാണെങ്കിൽ അനാർക്കലിയൊക്കെ ഇവിടെ ഉണ്ട്. ടീച്ചറാണാ കൊച്ചിയില്. അടുത്ത മാസം UK പോകുന്നൊക്കെ പറയുന്നു. ശരി, എന്തായാലും ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ തുടങ്ങാൻ വന്ന ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കേടാ. അനാർക്കലി ടീച്ചറാ? ഇനിയിപ്പോ അനാർക്കലി ടീച്ചർ ആയിരിക്കൂ കത്തുകൊണ്ടെന്ന് വെച്ചത് അളിയന്. ടീച്ചറിനാണെങ്കിൽ ഇങ്ങോട്ടുള്ള വഴി അറിയാം, ചെറിയൊരു ന്യൂസും ഉണ്ട് താനും. എൻ്റെ പ്രിയപ്പെട്ട കുട്ടി, അയ്യേ കുട്ടി, +2 പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള കുട്ടി. കുട്ടി, അളിയ എന്താണ്? ഒന്നുമില്ല, ഞാനേ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുമായിരുന്നു. അന്ന് പറഞ്ഞില്ലായിരുന്നോ ഞങ്ങൾ കൂടെ പഠിച്ചവർക്ക് കൂടെ ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്? അത് ചർച്ച ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഗ്രൂപ്പ്. അളിയന്റെ കൃഷികൾക്കെല്ലാം കൂടെ ഒത്തുകൂടാനുള്ളൊരു സ്ഥലം വേണേ അങ്ങനെയും പറയാം. ചുമ്മാ പറഞ്ഞേ. അല്ലയാ, അനാർക്കലി ടീച്ചർ വിളിക്കാറുണ്ടോ? അനാർക്കലി ടീച്ചർ വിളിക്കാറില്ല, മെസ്സേജ് ചെയ്യാറുണ്ട്. നല്ലായിരുന്നു, ഞാൻ ചുമ്മാ ചോദിച്ചേ ഉള്ളൂ. എന്താടാ? ഏയ് ഒന്നുമില്ല. അളിയാ, അളിയനെ ഈ പ്രേമലേഖനം വല്ലതും കിട്ടിയിട്ടുണ്ടോ? പ്രേമലേഖനം കിട്ടിയിട്ടുണ്ടോന്ന് ചോദിച്ചാ നീ ചേച്ചിയുടെ പോയി പറയരുത്. ഇതൊക്കെ ആര് ചേച്ചിയെടുത്ത് പറയണേ? നീ പറയും. ഞാൻ പറഞ്ഞ എന്റെ ഉള്ള ഒരു അളിയും പോവില്ലേ? പ്രേമലേഖനം കിട്ടിയിട്ടുണ്ടോന്ന് ചോദിച്ചാ കിട്ടിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞ പ്രേമലേഖനം തന്നത് എന്റെ ലക്ഷ്യ ചേച്ചി. അന്ന് തന്നത് അതിന്റെ ഐഡിയ നമ്മുടെ അല്ലായിരുന്നാ? നിന്റെ ആയിരുന്നാ? പിന്നെ താങ്ക്സ് ഡാ. വെൽക്കം. അളയാ, ഇപ്പൊ അളിയനൊരു പ്രേമലേഖനം കിട്ടിയ എന്തായിരിക്കും എഫക്റ്റ്? അവൾ എനിക്ക് എപ്പോ തന്നാലും ഞാൻ ഹാപ്പി ആയിരിക്കും. ചേച്ചിയല്ല, ലച്ചു ചേച്ചി അല്ലാതെ വേറൊരാള് അളിയന് പ്രേമലേഖനം തന്നിരിക്കട്ടെ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ അനാർക്കലി ടീച്ചർ അളിയൻ്റെ ബാല്യകാല സുഹൃത്താണ്. അതേപോലെ തന്നെ അളിയനോട് ചെറിയൊരു ക്രഷുള്ള ആളാണ്. പുള്ളിക്കാരി കാണാനും കൊള്ളാം, ഒരു ടീച്ചർ എന്ന ജോലിയൊക്കെ ഉണ്ട്. ഇപ്പം സിംഗിളുമാണ്, മാരീഡ് അല്ല. അങ്ങനെ ഒരാൾ അളിയന് ലവ് ലെറ്റർ തന്നാൽ എന്താടാ നിനക്ക് വയ്യേ? അല്ലേ വയ്യ അല്ല, അതല്ല. അങ്ങനൊന്നുമില്ല. ബോധമില്ലേ? ഉണ്ടാ? എവിടെയെങ്കിലും പോയി മൂലക്കിരിക്കും. ഇതിപ്പോ ആരിത്? ആർക്കത്? അവൻ അവക്ക് എഴുതിയതാണോ അവൾ അവൻ എഴുതിയതാണോ? യാവക്ക് എനിക്ക് അറിഞ്ഞുകൂടത്. ആരായിരുന്നു? മാങ്ങ.
എന്റെ പ്രിയപ്പെട്ട കുട്ടി. അതേ എഴുത്ത്, ഇതവൻ തന്നെ. എന്നാലും എന്റെ പ്രിയപ്പെട്ട കുട്ടി കത്ത് കിട്ടി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ആരാണെന്ന് എന്താ 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 ഇത് പേപ്പർ. അതെനിക്ക് മനസ്സിലായി. എന്താ കാര്യം? ചേച്ചിക്ക് എന്താ ഇവിടെ കാര്യം? ഞാൻ നീ വരുന്നത് കണ്ടിട്ട് പുറകെ വന്നതാ. ഞാൻ വരുന്ന കണ്ടിട്ട് പുറകെ വന്നതാണ്, അല്ലാതെ വേറൊരു ആവശ്യത്തിനും അല്ല. വേറെന്താ ആവശ്യം? ഇവിടെ ആരെങ്കിലും ബിരിയാണി വെക്കുന്നുണ്ടോ? 1-2 ദിവസത്തിനകം ഞാനൊരു ബിരിയാണി വെക്കാനുണ്ട്. ആയിക്കോട്ടെ, ശരി ശരി. പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കണ ആരാൻ്റെ? ஆமா என்னடா? ചുമ്മാ ചോദിച്ചത്. കനാൻ്റെ കാര്യം ചോദിക്കട്ടാ? கேளு. അന്നേ കനകാന്റിയുടെ പുറകെ ഒരു മാമ നടന്നില്ലായിരുന്നോ? അന്നും പുറകെ നടന്ന് കല്യാണം കഴിച്ചാൽ കൊള്ളാന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോ നമ്മളെല്ലാം അവിടെ ചോട്ടി ഓടിച്ചില്ലേ? ഓ അന്താള്. ആ അന്താള്. അന്താള് ഇപ്പോഴും പുറകെ നടക്കാറുണ്ടോ? വിജയകുമാർ തന്നെ. പേരൊരു ഓർത്ത് വെച്ചേക്കണോ? ഇല്ലടാ. എന്താ അത് പറഞ്ഞപ്പോ മുഖത്തൊരു സങ്കടം? என்ன வருத்தம்? நான் ஹாப்பி தான். ഹാപ്പി ആയിരിക്കും, ഹാപ്പി ആയിരിക്കും, ഹാപ്പി ആയിരിക്കും. എന്താ അയാൾ റോട്ടിലൊക്കെ വെച്ച് കണ്ടോ? ഇല്ലില്ല, കണ്ടില്ല. ചിലപ്പോ കാണാണ്ട് വരും. അപ്പൊ അങ്ങനെ ആ കാര്യം ഇങ്ങനെ ചോദിച്ചതാ. അതിനൊരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. എന്ത് ചാൻസ്? എന്ത് ചാൻസ്? ഒരു ചാൻസ് അമ്മൂമ്മ വിട്ടുപിടി. ചേടാ അവന്റെ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അമ്മൂമ്മ മൈൻഡ് ചെയ്യണ്ട, വിട്ടേക്ക്. കനാൻറ്റി പോട്ടെ, ആ പുള്ളി ഇല്ല. അതേപോലെ ആരെങ്കിലും പുറകെ നടപ്പുണ്ടോ? എന്നടാ ഇത്? യാരും ഇല്ല. കടയിൽ പോകുമ്പോ പുറകെ ഇടയ്ക്ക്, അല്ലെങ്കിൽ വന്ന് സംസാരിക്കുമ്പോ ഒരു രീതി സംസാരിക്കുക, അങ്ങനെ ആരെങ്കിലും? ഇല്ലപ്പാ, യാരുമേ ഇല്ല. സങ്കടം നോക്കണേ, മാത്രമായിക്കൊണ്ടിരിക്കില്ലായിരുന്നാ? കണ്ടിന്യൂ. യാരും ഇല്ല. കനകാന്റി അല്ല. ചേച്ചി മാങ്ങ കഴിച്ചോണ്ടിരിക്കുക. ഒരു കാര്യം ഉണ്ടായിരുന്നു. ചേച്ചി അന്ന് പെണ്ണ് കാണാൻ വന്ന പുള്ളി എവിടാ? അതപ്പുറത്തെ ചായ കുടിച്ചോണ്ടിരിക്കണ്ടാവും. ആരത്? സിദ്ധുളി. അച്ചി അളിയല്ലെന്ന്. അന്നേ പെണ്ണ് കാണാനെന്നും പറഞ്ഞുകൊണ്ട് ഒരുത്തം വന്നില്ലായിരുന്ന? മാട്ടേ മുട്ടായിയാ? മീട്ടു. ആ മേട്ടു. മീട്ടുവിനെ കണ്ടിട്ട് കൊറേ നാളായി. എവിടെയാണാവോ എന്തോ. ഇപ്പൊ ഏതെങ്കിലുമൊക്കെ വീട്ടിലൊക്കെ പോയി പെണ്ണൊക്കെ കണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. ഉണ്ടാവുമായിരിക്കും. അല്ല നീ എന്തിനാ ഞങ്ങളുടെ പുറകെ നടന്ന ആൾക്കാരുടെ കണക്കെടുക്കാൻ നിൽക്കുന്നേ? ഒന്നല്ലേ ചേച്ചി, ചുമ്മാ ഇങ്ങനെ ചോദിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ചേച്ചി എനിക്ക് വേറൊരു കാര്യം ചോദിക്കാം. കൊറേ നേരമായില്ല ചോദിക്കാൻ തുടങ്ങിയിട്ട്. കൊറേ ചോദ്യങ്ങളായില്ലേ? ബാക്കി നാളെ. എടാ നിനക്ക് എന്തോ കുഴപ്പം? ഇല്ല മമ്മ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് ഇറങ്ങിയതാ. ചേച്ചി ആ ഷിബുവിനെ വല്ലതും ചേച്ചി കാണാറുണ്ടോ? പിന്നെ ഞാൻ ദിവസം 2 നേരം കാണാറുണ്ട്. ആഹാരത്തിന് മുമ്പോ ആഹാരത്തിന് ശേഷമോ? മോട്ടറക്കല്ലേ? അവനെ ഇനി കാണുമ്പോ എന്നെ ഒന്ന് വിളിക്കാൻ പറയാം. സൗകര്യമില്ല.
ചേച്ചി എന്റെ അടുത്ത് ഞാൻ അന്വേഷിച്ചു പോഴാക്കാണെന്ന് കഷ്ടമായില്ലേ ഇത് മാങ്ങ നിന്നോണ്ടിരിക്കുകയാണ് വവ്വാന്റെ കുഞ്ഞ് കഴിച്ചോ ചേച്ചി